കെ ബാലനെതിരെയും മന്ത്രി സജി ചെറിയാനെതിരെയും ആഞ്ഞടിച്ച ജി സുധാകരൻ പാർട്ടിയോട് ചേർന്ന് പോകണമെന്ന് മന്ത്രി സജി ചെറിയാൻ തന്നോട് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം ചോദിക്കുന്നു. സജി തന്നെ ഉപദേശിക്കേണ്ട, മൂന്നാം പിണറായി സർക്കാരിന് വേണ്ടിയാണല്ലോ ഇപ്പോഴത്തെ പ്രവർത്തനം. ആലപ്പുഴയിലെയും അമ്പലപ്പുഴയിലെയും സീറ്റുകൾ പിടിക്കാൻ സജിയും കെ ബാലനും വരുമോ എന്നും സുധാകരൻ ചോദിക്കുന്നു. മൂന്നാമതും പിണറായി വിജയൻ സാറ് മുഖ്യമന്ത്രി ആവണം എന്ന ചർച്ചയാണല്ലോ നടക്കുന്നത്. അതിൽ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ അമ്പലപ്പുഴ കൂടെ കിട്ടണ്ടേ, ആലപ്പുഴ കിട്ടണ്ടേ? ഈ ജില്ലയിലെ 9-8 സീറ്റുള്ളത് അത് കിട്ടണ്ടേ? അത് കിട്ടുന്നതിന് നേതൃത്വം കൊടുക്കാൻ സജി ചെറിയാനെ കൂടി ഞാൻ സംസാരിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചത്. ബാലനൊന്നും ഇവിടെ ക്യാമ്പയിൻ നടത്തിയ സീറ്റൊക്കെ അത് പിടിക്കാവോ? പാലക്കാട് പോലും ഒന്നിലേറെ സീറ്റിൽ LDF തോറ്റിട്ടുണ്ട്, ഇവിടെ ഒന്നേ പോയുള്ളൂ. അപ്പോൾ ചാർജ് ബാലനേക്കാൾ കൂടുതൽ സീറ്റ് ഞാനാണ് പിടിച്ചു കൊടുത്തത്. ബാലനൊരിക്കലും എന്നെ പറ്റി പറയാൻ പാടില്ലാത്തതാണ്, കാരണം അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാത്തതാണ്. അപ്പോൾ ഈ അവസരത്തിൽ ആരും സൂചിപ്പിക്കാമെന്ന് എനിക്കറിയില്ല. ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ ഇടയ്ക്ക് അനുഭവങ്ങൾ നാട്ടിലുള്ള പിന്തുണയും ഉപയോഗിച്ച് ഈ പ്രസ്ഥാനം വളരാനല്ലേ ശ്രമിക്കേണ്ടത്. സജി ചെറിയാനെ പോലെയുള്ള പാർട്ടിയായിട്ട് ചേർന്ന് പോകുന്ന പ്രസ്താവനയാണ് നടത്തുന്നത്. ഞാൻ കൂടുതൽ രൂക്ഷമായി പ്രതികരിക്കുന്നില്ല. അയാൾക്ക് വല്ല രാഷ്ട്രീയ ഭാവി ഉണ്ടെങ്കിൽ അത് കിട്ടുന്നതെന്ന് ഞാനെതിരല്ല. സൈബർ ഇടങ്ങളെ ഞാൻ ഉപയോഗിക്കുന്നവർക്കെതിരാണ് പാർട്ടി. എന്നിട്ടും DC മെമ്പർമാർ, ഏരിയ കമ്മിറ്റി മെമ്പർമാർ, DC മെമ്പർമാർ ഇത് ചെയ്യുമ്പോൾ അതന്വേഷിച്ച് കണ്ട് നടപടി എടുക്കാൻ സജി ചെറിയാൻ സമയമില്ല. എന്നെ ഉപദേശിക്കാൻ ചാരി നിന്നോണം പാർട്ടിയോട് ഇല്ല. ഞാൻ പാർട്ടിക്ക് അകത്താണ്, എൻ്റെ വീട്ടിനകത്ത് ഞാൻ ചാരി നിൽക്കേണ്ട കാര്യമില്ല. വെളിയിലുള്ള പുറം ഭിത്തിയിൽ അത് ആ ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് സജി ചെറിയാൻ ഇതിന് മറുപടി പറയാനൊന്നും നിൽക്കണ്ട. ഞാൻ മറുപടി പറയാനുള്ള ഒന്നും പറഞ്ഞില്ല, ആരോപണമൊന്നും ഉന്നയിച്ചിട്ടില്ല. പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവും സംഘടനാപരമായ കാര്യങ്ങൾ സജി ചെറിയാൻ എന്നെ ഇങ്ങനെ ഉപദേശിക്കാനുള്ള ഒരു നിലവാരം ആയിട്ടുണ്ടെങ്കിൽ കൊള്ളാം. ആണോ എന്നുള്ളത് പരിശോധിക്കട്ടെ. സെയ്ഫ് സൈൻലാബ്ദീൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തും. സെയ്ഫ്, ഈ സുധാകരൻ കഴിഞ്ഞ കുറെ കാലമായി പാർട്ടിയോടുള്ള തന്റെ അതൃപ്തി പല നിലയ്ക്ക് പ്രകടമാക്കിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഈ നിലയ്ക്കുള്ള ഒരു മറുപ്രതികരണം, ആ വിഷയത്തിന്റെ ഏറ്റെടുക്കൽ CPM-ൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ പൊടുന്നനെ ഇപ്പോൾ സജി ചെറിയാനും കെ ബാലനും ഒക്കെ സുധാകരന്റെ പ്രശ്നത്തെ അങ്ങ് എടുക്കുകയാണ്. എന്താണ് CPM-ൽ സംഭവിക്കുന്നത്? കോൺഗ്രസിന്റെ ചില പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു എന്നുള്ള അതൃപ്തി പാർട്ടി നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് സജി ചെറിയാൻ ആ വിഷയത്തിൽ ഒരു പരസ്യമായ പ്രതികരണത്തിലേക്ക് തയ്യാറായത്. പക്ഷേ അത് തുടങ്ങുന്നത് ഇപ്പോഴല്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. അത് കുറേ വർഷമായിട്ട് ആലപ്പുഴ ജില്ലയിലുള്ള പാർട്ടിയുടെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കാര്യമാണ്. ഇപ്പോൾ പാർട്ടികളുടെ വിഭാഗീയത അവസാനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയിൽ അങ്ങനെയല്ല ആ കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, കുറേ വർഷങ്ങളായിട്ട് ആലപ്പുഴ ജില്ലയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഈ അമ്പലപ്പുഴയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി H സലാമിനെ മത്സരിപ്പിച്ചു എന്നടക്കമുള്ള വിഷയങ്ങൾ ഉയർന്നു വന്ന ഘട്ടം മുതൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആലപ്പുഴ പാർട്ടിയിൽ ജി സുധാകരനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. പ്രായപരിധിയുടെ പേരിൽ 75 വയസ്സെന്ന പ്രായപരിധിയുടെ പേരിൽ അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹത്തെ ബ്രാഞ്ചിലാണ് ഉൾപ്പെടുത്തിയത്. ബ്രാഞ്ചിൽ ഉൾപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തെ പാർട്ടി പരിപാടികളിൽ വിളിക്കുന്നില്ല എന്നുള്ള പരാതി അദ്ദേഹത്തിനുണ്ട്. അത് പരസ്യമായി അദ്ദേഹം പല ഘട്ടങ്ങളിലും പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത് ഉണ്ടായിരുന്നു. അങ്ങനെ പാർട്ടിക്കുള്ളിൽ നിന്ന് ആലപ്പുഴയിലെ പാർട്ടി വളർത്തിയതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് താൻ എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നൊരു വാചകം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കാണണം. കെ ബാലൻ വന്ന് ആലപ്പുഴയിലെ സീറ്റുകൾ പിടിച്ചു നൽകുമോ എന്നുള്ള ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. 9 സീറ്റുകളുണ്ട്, അതിൽ 8 സീറ്റ് ജയിച്ചു. അത് കെ ബാലൻ വന്ന് പിടിച്ചു നൽകുമോ എന്നുള്ള ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ആലപ്പുഴ പാർട്ടിയുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടുതൽ ഒന്നും കെ ബാലൻ അറിയില്ല എന്നുള്ള ധ്വനി അതിനകത്ത് ഉണ്ട് താനും. പിന്നീട് സജി ചെറിയാനുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോഴല്ല ഉണ്ടാകുന്നത്, അത് H സലാമുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോഴല്ല ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന് അത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, ആലപ്പുഴ പാർട്ടിയിലെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ആ വിഷയം, ഒരു വിഭാഗീയതയുടെ സ്വഭാവത്തിലുള്ള വിഷയങ്ങൾ അത് അവിടെ എങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതേ ഉള്ളൂ. ഇന്നലെ സജി ചെറിയാൻ പരസ്യമായി തന്നെ അങ്ങനെ പാർട്ടിയോട് ചേർന്ന് നിൽക്കണം എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ പാർട്ടിക്കുള്ളിലുള്ള ഞാൻ പാർട്ടിയോട് എങ്ങനെ ചേർന്ന് നിൽക്കണമെന്നാണ് സജി പറയുന്നത്, എങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി വരേണ്ടതില്ല എന്ന ധ്വനി വരുന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിനോടുള്ള അതൃപ്തി, സജി ചെറിയാനോടുള്ള അതൃപ്തി അത് പരസ്യമാക്കുകയാണ് ചെയ്തത്. H സലാമിനോടും അതേപോലെ തന്നെ സജി ചെറിയാനോടുള്ള അതൃപ്തി പരസ്യമാക്കുകയാണ് ചെയ്തത്. പിന്നീടുള്ളത് ഈ ഒരു അന്വേഷണ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. അമ്പലപ്പുഴയിലെ
ജയത്തിന് ശേഷം എച്ച് സലാമിന്റെ ജയത്തിന് ശേഷം അവിടെ വോട്ട് വാരി എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ ആലപ്പുഴ പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു സംസ്ഥാന കമ്മിറ്റി. എളമരം കരീം അടങ്ങുന്ന സംസ്ഥാന കമ്മിറ്റി. അദ്ദേഹം അടങ്ങുന്ന കമ്മിറ്റി ഒരു അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് ചില വീഴ്ചകൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്, ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള അതൃപ്തിയാണ് എളമരം കരീമുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. അങ്ങനെ പരസ്യമായ ഒരു പ്രതിഷേധ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്കൊന്നും പാർട്ടി പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം ബ്രാഞ്ചിലാണ് അദ്ദേഹം നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തെ പറഞ്ഞനുനയിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് കടന്ന്, അത് മുതിർന്ന നേതാക്കൾ ചിലപ്പോൾ ഇടപെട്ടേക്കാം, പറഞ്ഞനുനയിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് കടന്ന് എന്തെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്കൊന്നും പാർട്ടി നേതൃത്വം പോകാനുള്ള സാധ്യത കുറവാണ്.